രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും അയൽ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. കനത്ത സുരക്ഷയിലാണ് ഡൽഹി ഇപ്പോൾ. രാജ്യത്തെ നടുക്കുന്ന വൻ ഭീകരാക്രമണ ഭീഷണിയാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ പൈതൃകമായിട്ടുള്ള പ്രമുഖ ഹൈന്ദവ ക്ഷേത്രങ്ങളും ജനത്തിരക്കേറിയ പൊതു ഇടങ്ങളും ലക്ഷ്യമിട്ട് രാജ്യം തകർക്കാൻ ഖലിസ്ഥാൻ ഭീകരർ പദ്ധതിയിടുന്നതായിട്ടാണ് ഞെട്ടിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പ്രമുഖ ക്ഷേത്രങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പ്രധാന രാഷ്ട്രീയ നേതാക്കൾ എന്നിവരെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു അജ്ഞാത ഇമെയിൽ സന്ദേശം അന്വേഷണ ഏജൻസികൾ ചോർത്തിയതോടെയാണ് സുരക്ഷ കർശനമാക്കിയത്. ഇതോടെ ഡൽഹി, ഉത്തരാഖണ്ഡ് പോലീസും ദേശീയ രഹസ്യാന്വേഷണ ഏജൻസികളും സംയുക്തമായി രംഗത്തിറങ്ങി. പ്രധാന നഗരങ്ങളിലെല്ലാം ദ്രുതകർമ്മസേനയെ വിന്യസിച്ചു കഴിഞ്ഞു. നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെയും സാധാരണക്കാരുടെ ജീവനെയും വെച്ചുള്ള ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ സുരക്ഷാ സേന എന്തിനും സജ്ജമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തിന് പുറത്തുനിന്നും അകത്തുനിന്നുമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ സംയുക്ത നീക്കമാണിത്. പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISIയുടെയും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെയും പരോക്ഷ പിന്തുണയോടെയാണ് ഖലിസ്ഥാൻ തീവ്രവാദികൾ കരുനീക്കുന്നത്. അടുത്തിടെ രാജസ്ഥാൻ ATS ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ബബിത ധക്കഡ് എന്ന യുവതിയെ അറസ്റ്റ് ചെയ്തത് ഈ തീവ്രവാദ ശൃംഖലയുടെ ആഴം വ്യക്തമാക്കുന്നു. ഉത്തരേന്ത്യയിൽ ചോരപ്പുഴ ഒഴുക്കാനുള്ള ഭീകരരുടെ കൂട്ടായ ശ്രമങ്ങളെ മുളയിലെ നുള്ളാനുള്ള നീക്കത്തിലാണ് നമ്മുടെ സുരക്ഷാ സേന. എന്നാൽ ഭാരതം ഇന്ന് പഴയതുപോലെയല്ല എന്ന് ശത്രുക്കൾക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് നമ്മുടെ നയതന്ത്ര നീക്കങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് കാനഡയിൽ ഖലിസ്ഥാൻ വാദികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ ഡൽഹിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാനഡയുടെ നിലപാടിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഇതിന്റെ ഫലമായി മാർക്ക് കാർണിയുടെ സർക്കാർ പുതിയ ആന്റി ഹെയ്റ്റ് ബിൽ പാസാക്കുകയും ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ കർശന നടപടി തുടങ്ങുകയും ചെയ്തു. ഇതിനു പുറമെ 1985 എയർ ഇന്ത്യ കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ ഖലിസ്ഥാൻ തീവ്രവാദികളാണെന്ന് കനേഡിയൻ ഇന്റലിജൻസ് ഔദ്യോഗികമായി സമ്മതിച്ചതും ഇന്ത്യയുടെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. സ്വന്തം മണ്ണിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളെ വളർത്താൻ ഇനി അനുവദിക്കില്ലെന്ന് കനേഡിയൻ സർക്കാരിനെ കൊണ്ട് സമ്മതിപ്പിച്ചത് പുതിയ ഇന്ത്യയുടെ കരുത്ത് തന്നെയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും ജനങ്ങൾക്കും നേരെ ഉയരുന്ന ഏത് ഭീഷണിയും, അത് അതിർത്തിക്കുള്ളിലായാലും പുറത്തായാലും, വേരോടെ പിഴുതെറിയാൻ കരുത്തുള്ള ഒരു ഭരണകൂടവും സുരക്ഷാ സംവിധാനവുമാണ് ഇത് നമുക്കുള്ളത്. ഈ ഭീഷണികൾക്ക് മുന്നിൽ ഭാരതം മുട്ടുമടക്കില്ല. പരിഭ്രാന്തിയല്ല, ജാഗ്രതയാണ് വേണ്ടത്.